ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലോങ് വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ്. വീഡിയോ തുടങ്ങുന്നത് ഉച്ചക്കത്തുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ്. കാരണം ഞാനൊരു നീറ്റ് എക്സ്പീരിയൻ്റ് ആയിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ നീറ്റൊക്കെ കഴിഞ്ഞ് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല ചെയ്യാനായിട്ട്. എക്സാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും എൻ്റെ സ്കോറിനെ പറ്റിയിട്ടുമൊക്കെ ഞാൻ പിന്നീട് ഒരു നല്ല വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉച്ചയ്ക്ക് ഇവിടെ നല്ല മഴയും ചെറിയ വെയിലും അങ്ങനത്തെ ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഈ കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമല്ലേ, ആ ഒരു ക്ലൈമറ്റ്. ഇപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു വെതറായിരുന്നു. ഞാനവിടെ കുറച്ച് നേരം ഇന്ന് ആസ്വദിച്ചു. എന്നിട്ട് അടുക്കളയിൽ പോയി രാവിലത്തെ ചായ ഉണ്ടായിരുന്നു, അത് ചൂടാക്കി കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു വെയിറ്റ് ഗെയിൻ സ്മൂത്തിയാണ് അടിച്ച് കുടിച്ചത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ, എൻ്റെ റെസിപ്പി. പിന്നെ വീട് വൃത്തിയാക്കൽ ചടങ്ങിലോട്ടൊക്കെ പോയി. വീടല്ല, റൂം. എൻ്റെ റൂം മാത്രമാണ് ഞാൻ വൃത്തിയാക്കാറ്. ഭയങ്കര വീട് വൃത്തിയാക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. അത്രയ്ക്കൊന്നും ഞാൻ മെനക്കെടാറില്ല. ആദ്യം സാധനങ്ങളൊക്കെ പറക്കി ഒതുക്കി, പിന്നെ തൂക്കലായി, തുടക്കലായി, പൊടിയടിക്കലായി, ഫാൻ തുടക്കലായി, അങ്ങനെ ഒട്ടുമിക്ക പരിപാടികളും റൂമിൽ ചെയ്തു. പിന്നെ മുഷിഞ്ഞ ഡ്രസ്സുകളും ബാഗ് ഉണ്ടായിരുന്നു എനിക്ക് കഴുകാനായിട്ട്. പഴയ ഒരു സ്കൂൾ ബാഗാണ് അത്. എൻ്റെ കസിൻസിന് ആർക്കെങ്കിലും കൊടുക്കാം, ഉപകാരപ്പെട്ടാലും. അതും കൊണ്ട് വാഷ് ചെയ്തിട്ട് പിന്നെ ഡ്രയറിലിട്ടു. ഞാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറില്ല, ഭയങ്കര മെനക്കേടാണത്. എൻ്റെ വീട്ടിൽ ഓട്ടോമാറ്റിക് അല്ല ഇട്ടോ ഇരിക്കണം. അപ്പോൾ എന്തായാലും നമ്മളതിനെ ആദ്യം അലക്കണം, പിന്നെ അതിനെ വീണ്ടും എടുത്ത് ഡ്രയറിലിടണം, മെനക്കേടല്ലേ. അതുകൊണ്ട് ഞാൻ ആദ്യം കൈ വെച്ച് വാഷ് ചെയ്തിട്ട് പിന്നെ ഡ്രയറിലിട്ട് ഉണക്കും. അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. പിന്നെ തുണി കഴുകുന്നതിനോടൊപ്പം കുളിച്ച് വൃത്തിയായി വന്നു. പിന്നെ സ്വീറ്റ് കോൺ ഇരുന്നത് അവിച്ച് കഴിച്ചു. അതിൻ്റെ കൂടെ സിനിമയും കണ്ടു. പ്രിൻസ് ആൻഡ് ദ ഫാമിലി, ആ ഒരു മൂവിയാണ് കേട്ടോ കണ്ടത്. അത്യാവശ്യം കൊള്ളാം. ബട്ട് OTTയിൽ വന്നപ്പോഴാണ് ഇത്രയും നല്ല റിവ്യൂ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ സിനിമ കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ചെറുതായിട്ട് വിശന്നു. അതുകൊണ്ട് പോയി ഒന്ന് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വലിയ ഐഡിയ ഒന്നുമില്ല, ഞാൻ ആദ്യമായിട്ടാണ് പാൻ കേക്ക് ഉണ്ടാക്കുന്നത്. കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും ട്രൈ ചെയ്തു. അങ്ങനെ പാൻ കേക്കും കോൾഡ് കോഫിയും കൂടെ ഇരുന്ന് കഴിച്ചു. ആദ്യമായിട്ടായിരുന്നെങ്കിലും ബട്ട് കൊള്ളായിരുന്നു കേട്ടോ. ഞാനുണ്ടാക്കിയ കോൾഡ് കോഫിയും പാൻ കേക്കും ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് നിങ്ങൾ പറയും, രുചിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് കഴിച്ചിട്ട് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഈ ദിനേശ വല്യാതി എണ്ണ ഞാൻ ബോഡിയിൽ തേക്കുന്നതാണ് കേട്ടോ, നല്ലതാണ്. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പോയി വരാം.